തീരുമാനമെടുത്ത് പിറ്റേ ദിവസം തന്നെ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കാൻ താൻ ഇന്ദ്രജാലക്കാരനല്ല എന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. വൈകാതെ തന്നെ സപ്ലൈകോയെ ഗംഭീരമായി പുനഃസ്ഥാപിക്കും. ആഴ്ചകൾക്കുള്ളിൽ വിതരണക്കാർ തിരിച്ചുവരും. സ്വകാര്യ കുത്തകൾക്ക് ശക്തി പകരാൻ ചിലർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ സർക്കാർ തള്ളിക്കളയുകയാണെന്നും ഭക്ഷ്യമന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്നത് പോലെ ഒരു തീരുമാനമെടുത്താൽ പിറ്റേ ദിവസം അതെല്ലാം യാഥാർത്ഥ്യമാകും എന്നുള്ള ധാരണ വേണ്ട. എന്നാൽ അതെല്ലാം യാഥാർത്ഥ്യമാകും. സപ്ലൈകോ പഴയ നിലയേക്കാൾ ഗംഭീരമായ നിലയിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും ഒരു ആശങ്കയും വേണ്ട. ആഴ്ചകൾക്കുള്ളിൽ ആ സപ്ലയർമാരെല്ലാം തിരിച്ചു വരും. ഇത് സ്വകാര്യ സംരംഭങ്ങൾക്ക് ശക്തി പകരുന്ന ശക്തികളാണ്. ഇതിനെതിരായ ഒരുപാട് പ്രചരണം, ഏപ്രിൽ മാസം കഴിഞ്ഞ് സപ്ലൈകോയിൽ സാധനം വരൂ എന്നൊക്കെയുള്ള പ്രവചനം, അതെല്ലാം ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ആദിൽ പാലോട് നമ്മോടൊപ്പം. ആദിൽ പാലോട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സപ്ലൈകോയിൽ നിറയണം. അതിന് ഈ പറയുന്ന വിതരണക്കാർ മുഴുവൻ രംഗത്ത് വരണം. അതിന് എന്ത് പദ്ധതിയാണ് ഇന്ദ്രജാലക്കാരനല്ലെങ്കിലും മന്ത്രി ആവിഷ്കരിക്കുന്നത്? സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സപ്ലൈകോയ്ക്ക് പണം ലഭിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന പണം തന്നെ കിട്ടണമെങ്കിൽ അത് ഏപ്രിൽ കഴിയേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമാണ് ഒരു പുതിയ സ്കീം നടപ്പാക്കാൻ ആലോചിക്കുന്നത്. നേരത്തെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയൊക്കെ ഇത് നടപ്പാക്കിയുള്ളതാണ്. ബിൽ ഡിസ്കൗണ്ട് സ്കീം എന്ന ഒരു പദ്ധതി സപ്ലൈകോയിൽ നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട രൂപരേഖ എന്നുള്ളത് സാധാരണഗതിയിൽ കുടിശ്ശിക, വലിയ തോതിൽ കുടിശ്ശികയുണ്ട്. 792 കോടി രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത്. ഈ വിതരണക്കാർക്ക് ബാങ്കുകളിൽ നിന്നും ധനകാര്യ ഏജൻസികളിൽ നിന്നും പണം കൈമാറും. അതിൻ്റെ ബാധ്യത സപ്ലൈകോ ഏറ്റെടുക്കും എന്ന നിലയിലാണ് ഈ സ്കീം ഉള്ളത്. ഇത് നടപ്പാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള കരാർ ഒപ്പിടണമെന്നാണ് ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത്. ഇതിൻ്റെ പ്രായോഗിക വശങ്ങളും മുന്നോട്ടുള്ള നീക്കുപോക്കുകളും ആലോചിക്കാനും അന്വേഷിക്കാനും പരിശോധിക്കാനും ഒക്കെയായി സപ്ലൈകോ CMDയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നികേഷ് പറഞ്ഞതുപോലെ കൃത്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ തന്നെ സപ്ലൈകോ സ്റ്റോറുകളിലെ പ്രതിസന്ധി നീക്കുക എന്നതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ റാക്കുകൾ മുഴുവൻ നിറയ്ക്കണം. പ്രതിസന്ധി ഉണ്ട് എന്നൊരു അനുഭവം തന്നെ ആളുകൾക്ക് കൊടുക്കരുത് എന്നതാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് മാർച്ച് 1 മുതൽ സപ്ലൈകോ സ്റ്റോറുകൾ, മാവേലി സ്റ്റോറുകൾ ആ സബ്സിഡി സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് സർക്കാർ ആലോചിക്കുന്നു. വിതരണക്കാരെ അനുനയിപ്പിക്കാൻ വേണ്ടി ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം വഴി പണം നൽകാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് മന്ത്രി ജി.ആർ. അനിൽ ഇതിനോടൊപ്പം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നികേഷ്, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.